ബീഹാർ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിനം ഇന്നാണ്. ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പത്രിക പിൻവലിക്കാനുള്ള തീയതിയും ഇന്ന് അവസാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നു. ഫൈസൽ, ബീഹാർ അങ്ങനെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കാൻ പോകുകയാണ്. ഇന്നാണ് പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി സൂചിപ്പിച്ചതുപോലെ ഇന്നാണ് ബീഹാറിന്റെ ഇലക്ഷൻ പത്രിക. ബീഹാറിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. ഇന്നാണ് തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് പത്രിക അവസാനം നോമിനേഷൻ നൽകാനുള്ള അവസാന തീയതിയും ഇന്ന് തന്നെയാണ്. ഏതായാലും വലിയൊരു അംഗത്തട്ടിലേക്ക് തന്നെയാണ് ഈ ബീഹാർ ഒരുങ്ങുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ബീഹാറിൻ്റെ ഇലക്ഷനുമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളും വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതായത് SIRമായി ബന്ധപ്പെട്ട് തീവ്ര വോട്ടർ പരിഷ്കരണമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബീഹാറിൻ്റെ തെരഞ്ഞെടുപ്പ് അടുക്കുന്നത് മുതൽ തന്നെ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് നീക്കമുണ്ടാകുന്നു. അതിനെതിരെ രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കൾ അതിനെതിരെ രംഗത്ത് വരുന്ന കാര്യമുണ്ട്. ഒപ്പം തന്നെ SIRലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വോട്ട് ചോരി എന്ന രീതിയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധം, ഇതൊക്കെ ബീഹാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ നമ്മൾ നോക്കിക്കാണുന്നൊരു സംഭവമാണ്. തൊട്ട് പിന്നാലെയാണ് ബീഹാർ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ 49 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് പുറത്തുവിട്ടത്. അതിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനപ്പെട്ട പാർട്ടി, പ്രധാനപ്പെട്ട പാർട്ടി CPMന്റെ എതിരെ ഉൾപ്പെടെ CPM സ്ഥാനാർത്ഥിക്കെതിരെ ഉൾപ്പെടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഏതായാലും ഇപ്പോൾ ഇലക്ഷൻ ചൂടിലേക്ക് കടക്കുകയാണ്. ഇന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. മാത്രമല്ല, ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ പട്ടിക പിൻവലിക്കാനുള്ള, അതായത് ക്രോസ് ചെക്കിന് ശേഷം പിൻവലിക്കാനുള്ള അവസാന തീയതിയും ഇന്ന് തന്നെയാണ്. ഏതായാലും ഇന്നത്തോടുകൂടി മത്സരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഈ പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ, അതായത് കോൺഗ്രസിൻ്റെ ബ്ലോക്കിൽ നിന്ന് ഇന്ത്യ അലയൻസും ഇന്ത്യ സഖ്യവും അതുപോലെ തന്നെ NDA സഖ്യവും പരസ്പരം നേരിട്ട് ഏറ്റുമുട്ടുന്ന രീതിയിലേക്കുള്ളൊരു പ്രധാനപ്പെട്ട രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും ബീഹാറിലേത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ SIRമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതായത് ബീഹാറിലെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഇത്തരത്തിൽ ഒരു SIR തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി രംഗത്തെത്തുന്നത്. അതായത് ഈ വോട്ടർ ലിസ്റ്റിലുള്ളവരുടെ പേര് നീക്കം ചെയ്യുകയും വോട്ടർ ലിസ്റ്റിലുള്ളവരുടെ ഇപ്പോൾ ജീവിച്ചിരിക്കാത്തവരുടെ പേരിൽ അതിലൊരു വോട്ടർ ലിസ്റ്റിൽ ഒരു ഭേദഗതി വരുത്തുക എന്നത് ആണ് ഈ SIR കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതിൽ ക്രമക്കേട് നടത്തിയെന്നാരോപിച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വം വലിയൊരു പ്രതിഷേധം നടന്നു. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വോട്ട് ചോരി യാത്ര രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിലൊക്കെ ബീഹാറിൽ വോട്ട് ചോരി യാത്ര നടത്തിയിരുന്നത്. അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തൊരു സംഭവമായിരുന്നു. കാരണം ദിവസങ്ങളോളം നീണ്ടുനിന്ന യാത്രയായിരുന്നു അത്. വോട്ടർ അധികാർ യാത്ര, വോട്ടർമാരുടെ അധികാരം എന്ന പേരിൽ യാത്ര നടത്തിയത് രാഹുൽ ഗാന്ധി, ഇപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അതുപോലെ ഈ RJDയുടെ പ്രമുഖ നേതാവ് തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ളവരാണ് ആ ഒരു യാത്ര നടത്തിയത്. അത് വലിയ രീതിയിൽ ചർച്ചയായ ഒരു സംഭവം തന്നെയായിരുന്നു ഈ വോട്ടർ അധികാർ യാത്ര എന്ന് പറയുന്നത്. മാത്രമല്ല, ബീഹാറിൻ്റെ വിഷയത്തിൽ കോൺഗ്രസ് ഇപ്പോൾ നിരവധി പ്രചരണ വീഡിയോകളൊക്കെ പുറത്തിറക്കിയ ഒരു സാഹചര്യം നിലവിലുണ്ട്. ഏതായാലും ബീഹാറിൻ്റെ ഇലക്ഷൻ പ്രഖ്യാപനത്തിന് പിന്നാലെ ബീഹാർ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. എന്നതോടുകൂടി ഒരു ചിത്രം നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. ഫൈസൽ, അതുപോലെ തന്നെ മഹാസഖ്യത്തിലെ കക്ഷികൾ നേർക്കുനേർ മത്സരിക്കുന്ന ഒരു പത്രിക സമർപ്പിച്ചിരിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ഈ പത്രികകൾ എല്ലാം പിൻവലിക്കുമോ എന്നതിലാണ് ഇപ്പോൾ ഒരു ആകാംക്ഷ നിലനിൽക്കുന്നത്. അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്?
തീർച്ചയായും ദീപ്തി, കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ RJD, അതായത് ഈ ബീഹാറിൽ തന്നെ നോക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിലെ തന്നെ പ്രധാനപ്പെട്ട കക്ഷി പാർട്ടിയാണ് RJD-യുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് ഈ RJD ഈ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിക്കെതിരെ RJD സ്ഥാനാർത്ഥി നിർത്തിയെന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിലൊരു വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും അതുമായി ബന്ധപ്പെട്ട് പത്രിക പിൻവലിക്കുമോ എന്നുള്ളൊരു കാര്യത്തിലാണ് ഇപ്പോൾ അറിയേണ്ടത്. കാരണം ഇന്നാണ് അവസാന ദിനം. ഈ ഒരു പ്രശ്നമില്ലാതിരിക്കാൻ ഒരു അയവ് ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യമാണ്. RJD ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ ഈ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യമാണ് നോക്കേണ്ടത്. മാത്രമല്ല, ഇന്നലെ RJD നേതാവും മധുബൻ നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ആകാൻ ആഗ്രഹിച്ചിരുന്ന മദൻ ഷാ ഈ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി നിർണയം നിഷേധിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം വികാരതീരനായി പൊട്ടിക്കരയുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ ഇന്നലെ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് RJD നേതാവായ ലാലു പ്രസാദ് യാദവിൻ്റെ വീട്ടിന് മുന്നിൽ വെച്ചാണ് അദ്ദേഹം വലിയ രീതിയിൽ പ്രതിഷേധം ഉന്നയിക്കുന്നത്. പൊതുജന മധ്യത്തിലായിരുന്നു അദ്ദേഹം, അതായത് പരസ്യമായി അദ്ദേഹം പ്രതിഷേധം ഉന്നയിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. കോപവും നിരാശയും പ്രകടിപ്പിച്ചുകൊണ്ടാണ് മദൻ ഷാ അത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ധരിച്ചിരുന്ന ജുബ്ബ വലിച്ചു കീറുകയും റോഡിൽ കിടന്നും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് RJD നേതാവ് ലാലു പ്രസാദ് യാദവിൻ്റെ വീട്ടിന് മുന്നിൽ ഇന്നലെ നമ്മൾ കണ്ടത്. മധുബനാണ് അത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയത്. അതായത് ഈ അതായത് RJD ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവാണ് അദ്ദേഹത്തിൻ്റെ ടിക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിനെ തുടർന്നാണ്, അദ്ദേഹത്തിന് മത്സരിക്കാൻ അവസരം നൽകാത്തതിനെ തുടർന്നാണ്, അത് നിഷേധിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം വലിയ രീതിയിൽ പ്രതിഷേധമായി രംഗത്ത്. അത്തരത്തിൽ നാടകീയ രംഗങ്ങളൊക്കെ ബീഹാറിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്ന് പത്രിക അവസാനിക്കുന്ന ഇന്നത്തെ പത്രിക പിൻവലിക്കാനുള്ള ഒരു അവസാന തീയതി എന്ന നിലയിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു സമവായം ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ NDA അലയൻസിൻ്റെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനപ്പെട്ട കക്ഷിയായ CPIM-ൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. അതുപോലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ RJD-യും സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. ഏതായാലും അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കമായി മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള വിട്ടുവീഴ്ച ഇരു പാർട്ടിയിൽ നിന്നും ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം കൂടി അറിയേണ്ടതുണ്ട് ദീപ്തി. ഫൈസൽ, അതുപോലെ തന്നെ 24-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെത്തുന്നത്. തിരഞ്ഞെടുപ്പ് റാലിക്കായി പ്രധാനമന്ത്രി ബീഹാറിലെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ 26-നാണ് രാഹുൽ ഗാന്ധി എത്തുന്നത്. ഈ പ്രധാന നേതാക്കളടക്കം എത്തി ഈ തെരഞ്ഞെടുപ്പ് റാലികളിലെല്ലാം പങ്കെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും ഈ ഒരു ഇന്ത്യ അടക്കം ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യം. അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ഞാൻ സൂചിപ്പിച്ചതുപോലെ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ SIR തന്നെയാണ്. തീവ്ര വോട്ടർ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള എല്ലാവരും ചർച്ച ചെയ്യാൻ തുടങ്ങിയത് ബീഹാറിൻ്റെ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ്. ഈ ബീഹാർ മുമ്പ് തന്നെ, അതായത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ SIR നടപ്പാക്കിയെന്ന് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഈ ബീഹാറിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് SIR നടപ്പാക്കുമ്പോഴാണ് രാജ്യം മൊത്തം ഈ ഒരു വിഷയത്തെക്കുറിച്ച്, അതായത് SIR തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് രാജ്യം മൊത്തം ഒരു അവബോധം ഉണ്ടാകുന്നത്, ഈ ഒരു കാര്യം അറിയുന്നത് തന്നെ ഈ ഒരു ബീഹാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബീഹാർ ഇലക്ഷൻ അതുകൊണ്ട് തന്നെ വലിയ ചർച്ചാ വിഷയം തന്നെയാണ്. കാരണം NDAയെ സംബന്ധിച്ച് ഈ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഏതെങ്കിലും രീതിയിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ, പരാജയത്തോടെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള നിരാശ ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ഇന്ത്യ സഖ്യം രൂപപ്പെടുത്താൻ ഏറ്റവും മുന്നിൽ നിന്ന ഒരാളായിരുന്നു നിതീഷ് കുമാർ. അദ്ദേഹം ഇപ്പോൾ ബീഹാർ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പിന്നീട് ഒടുവിൽ NDAയിൽ ചേർന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുമുതൽ പതനമായിരുന്നു. എങ്കിലും RJD-യും ഒപ്പമുള്ളത് കൊണ്ട് തന്നെ RJD എന്ന് പറയുന്നത് ബീഹാറിലെ പ്രധാനപ്പെട്ട മറ്റൊരു രണ്ടാം കക്ഷി നേതാവാണ്. കോൺഗ്രസിനേക്കാൾ മുകളിൽ നിൽക്കുന്നവരാണ് RJD. ലാലു പ്രസാദ് യാദവ് നയിക്കുന്ന RJD, അദ്ദേഹത്തിൻ്റെ മകൻ തേജസ്വി യാദവ് കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ശക്തി കൂടി ഉണ്ട്. ഏതായാലും അത്തരത്തിൽ ഈ എങ്ങനെയെങ്കിലും ബീഹാർ തിരിച്ചു പിടിക്കുക അല്ലെങ്കിൽ ബീഹാർ തിരിച്ചെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇന്ത്യ സഖ്യം മുന്നോട്ട് നിൽക്കുന്നത്. അതുപോലെ NDA സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. NDA സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട കക്ഷി നേതാവ് തന്നെയാണ് ഈ നിതീഷ് കുമാറിൻ്റെ പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിലനിർത്തുക
എന്നുള്ളൊരു കാര്യം NDAയുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനപ്പെട്ട നേതാക്കളെ ഇറക്കിക്കൊണ്ട് തന്നെ വമ്പൻ പ്രചാരണം കൊഴുപ്പിക്കാൻ ഒരുങ്ങുകയാണ്. അതായത് അടുത്ത മാസത്തോടുകൂടി തെരഞ്ഞെടുപ്പ് ആരംഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രചരണമായിരിക്കും ബീഹാറിൽ നടക്കുക. രാഹുൽ ഗാന്ധി അതുപോലെ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി എന്നിവർ ഉൾപ്പെടെയുള്ളവർ, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ, ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ബീഹാറിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മഹിളാ കോൺഗ്രസിൻ്റെ ഒരു പരിപാടി പ്രിയങ്ക ഗാന്ധി ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനു മുമ്പ് രാഹുൽ ഗാന്ധി വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. അതിനു മുമ്പ് വോട്ടറധികാർ യാത്രയും നടത്തി. അത്തരത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു ഓളം സൃഷ്ടിക്കാൻ, ഇന്ത്യ സഖ്യത്തിന് ഒരു ഓളം സൃഷ്ടിക്കാൻ ബീഹാറിൽ സാധിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നരേന്ദ്രമോദിയും ബീഹാർ രംഗത്തുണ്ട്. വിവിധ റോഡ് ഷോകളിൽ അദ്ദേഹം ഇതിനോടകം പങ്കെടുത്തു കഴിഞ്ഞു. വിവിധ വികസന പദ്ധതികൾ അവിടെ തറക്കല്ലിട്ട് കഴിഞ്ഞു, അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമായും റോഡ് ഗതാഗതം, അതുപോലെ റെയിൽ ഗതാഗതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു പദ്ധതി കൂടി ബീഹാറിൽ വരുന്നുണ്ട്. അത്തരമുള്ള സമുദ്ര പദ്ധതി കൂടി ബീഹാറിൽ വരുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെയും ഇപ്പോൾ ബീഹാറിൽ തുടക്കമിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ NDAക്കും ഒരു വേരുറപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ അവർ ഭരിക്കുന്ന സർക്കാരാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസ്യത കണക്കിലെടുത്ത് ജനങ്ങളിൽ തങ്ങൾക്ക് ആ ഭരണം തുടരാൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസ്യത കണക്കിലെടുത്ത് തന്നെയാണ് BJP അല്ലെങ്കിൽ NDA സഖ്യവും കൂടി മുന്നോട്ട് പോകുന്നത്. ഏതായാലും നേർക്കുനേർ ഒരു വലിയ വമ്പൻ പോരാട്ടം, ഇന്ത്യ കാണാൻ പോകുന്ന ഒരു വമ്പൻ പോരാട്ടത്തിലേക്ക് തന്നെയായിരിക്കും ബീഹാർ പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളാണ് മുന്നിട്ട് നിൽക്കുന്നത്, രണ്ട് പ്രധാനപ്പെട്ട സഖ്യകക്ഷി പാർട്ടികളാണ് മുന്നിലുള്ളത്. അതായത് ഒന്ന് ഇന്ത്യ സഖ്യം, കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യം, അത് RJD ഉൾപ്പെടെയുള്ള പാർട്ടിയുണ്ട്, RJD ഉണ്ട്, അതുപോലെ CPIM ഉണ്ട്. അത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നാകെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഇന്ത്യ സഖ്യം, മറുഭാഗത്ത് NDA സഖ്യമുണ്ട്, പ്രധാനമന്ത്രി BJP. അതുപോലെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം ഇന്നാണ്. ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പത്രിക പിൻവലിക്കാനുള്ള തീയതിയും ഇന്ന് അവസാനിക്കും. ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്.